ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊന്നായ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഇസ്രായേൽ ഹമാസ് നിർമൂല യുദ്ധത്തിന്റെ കൊട്ടിക്കലാശങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഗാസയെ ഏറ്റെടുക്കാനുള്ള യുദ്ധം തുടരുന്നതിനിടയിൽ ഹമാസ് തീവ്രവാദികളിൽ ശേഷിക്കുന്നവരെയെല്ലാം അവരുടെ ഒളിസങ്കേതങ്ങളായ തുരങ്കങ്ങളിൽ പെരുച്ചാഴികളെപ്പോലെ ഒളിച്ചിരിക്കുന്നവരെ വരെ പുകച്ച് പുറത്തു ചാടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഖത്തറിന്റെ ഭരണസിരാകേന്ദ്രമായ ദോഹയിലെ കൃത്യമായ ചില കേന്ദ്രങ്ങളിൽ സ്കെച്ചിട്ട് നടത്തിയ സ്ഫോടനങ്ങൾ അവിടെ സുഖിച്ചു കഴിയുന്ന ഹമാസിന്റെ ശേഷിക്കുന്ന നേതാക്കന്മാരെ തീർക്കാൻ ലാക്കാക്കി മാത്രമായിരുന്നു. പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് ദോഹയിലെ ഹമാസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം 10ഓളം സ്ഫോടനങ്ങളാണ് ഇസ്രായേൽ നടപ്പിലാക്കിയത്. ഇസ്രായേലി എയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലുമായിട്ടുള്ള വെടിനിർത്തലിനും ബന്ദിമോചന ചർച്ചകൾക്കും മുമ്പിൽ നിന്ന ഹമാസിന്റെ ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യയും ഹമാസിന്റെ മുതിർന്ന നേതാക്കന്മാരിൽ അവശേഷിച്ച തീവ്രവാദിയും കേരളത്തിലെ ഹമാസന്മാരുടെ ഉറ്റ ചങ്ങാതിയും ജമാഅത്ത് ഇസ്ലാമി ചെറുപ്പക്കാർ ഓൺലൈനിലൂടെ എഴുന്നള്ളിച്ച് മലപ്പുറത്ത് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച ഖാലിദ് മാഷലും സഹർ ജബാരിൻ, മുഹമ്മദ് ഇസ്മായിൽ ദർവീഷ്, നിസാർ അവദള്ള എന്നീ നേതാക്കന്മാരുമടക്കം 6ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുകയും അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ പോലും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ഖത്തറിലേക്ക് ഇസ്രായേൽ കാടടച്ച് വെടിവെക്കുകയായിരുന്നില്ല. നേരെ മറിച്ച് 2023 ഒക്ടോബർ 7 തങ്ങളുടെ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ ടെററിസ്റ്റ് ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ച ഹമാസ് തീവ്രവാദികളുടെ നേതാക്കന്മാരിൽ മിക്കവരും കുടുംബമായി മതിച്ചു വാഴുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണെന്ന കാര്യം അറിയാവുന്ന ഇസ്രായേൽ അവർ കുടിപ്പാർത്ത സ്ഥലങ്ങൾ കൃത്യമായി സ്കെച്ച് ചെയ്ത് അങ്ങോട്ട് മാത്രമാണ് തീമഴ പെയ്യിച്ചത്. പാലസ്തീനിലെ ചെറുപ്പക്കാരെ തെരഞ്ഞുപിടിച്ച് അവരുടെ തലയിലേക്ക് മതതീവ്രവാദം കുത്തിവെച്ച് അവരെ റാഡിക്കലൈസ് ചെയ്ത് അവരുടെ കയ്യിൽ തോക്കും ബോംബും വെച്ചുകൊടുത്ത് പാലസ്തീന്റെ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞ് ആ വിഡ്ഢികളെ ഇസ്രായേലിന്റെ എരികേറ്റി വിട്ടിട്ട് ജീവൻ പണയപ്പെടുത്താൻ താൽപ്പര്യമില്ലാത്ത പേടിത്തൊണ്ടന്മാരായ ഈ നേതാക്കന്മാർ ദോഹയിലെ ശീതീകരിക്കപ്പെട്ട മുറിയിൽ സുഖിച്ച് വാഴുകയായിരുന്നു. ഇറാനിൽ കിടത്തി ഇസ്രായേൽ ചാമ്പലാക്കിയ ഇസ്മായിൽ ഹനിയും ഗാസയിലിരുത്തി കൊന്നുതള്ളിയ യഹിയ സിൻവാറും അടക്കമുള്ള ഹമാസിയൻ നേതാക്കന്മാരെല്ലാം ദോഹയിൽ കുടിപ്പാർക്കുകയായിരുന്നു. പാലസ്തീനിലെ പമ്പരവിഡ്ഢികളായ ചെറുപ്പക്കാർ ചത്തുതുലഞ്ഞാൽ തങ്ങൾക്കൊരു ചുക്കുമില്ല, തങ്ങൾക്ക് അവരുടെ മയ്യത്ത് വിറ്റ് പണം സമ്പാദിക്കാമെന്നായിരുന്നു ഈ ചോരക്കൊതിയന്മാർ ധരിച്ചു വശായത്. എന്നാൽ ഖത്തറിലെ ഹമാസിയന്മാരുടെ എല്ലാത്തരം പകൽ കിനാവുകളും തീർത്തുകൊണ്ടാണ് ദോഹയിൽ കയറി അവരെ ഇസ്രായേൽ ചാമ്പലാക്കിയത്. ജൂതന്മാരിൽ 10 പേരെ സ്വന്തം കൈകൊണ്ട് കൊന്നെന്ന് വീമ്പിളക്കിയ മഹ്മൂദ് അഫാൻ എന്ന തീവ്രവാദി കുരുപ്പിനെ കൃത്യമായി സ്കെച്ച് ചെയ്ത് ഗാസയിലിട്ട് തീർത്തപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണെന്നും കാരണമില്ലാതെ തങ്ങളെ തോണ്ടിയ എല്ലാവരുടെയും അടുത്ത് തങ്ങൾ എത്തുമെന്നായിരുന്നു പറഞ്ഞത്. അച്ചട്ടായി പ്രവർത്തിച്ചു കാണിച്ചുകൊണ്ടാണ് ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ശേഷിക്കുന്നവരെ തീർക്കാൻ സയനിസ്റ്റ് പോരാളികൾ ഖത്തറിലെത്തിയത്. ഹമാസ് നേതാക്കന്മാരിൽ ആരൊക്കെ ദോഹയിലുണ്ടെന്ന കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖത്തർ പൗരന്മാരിൽ മറ്റാർക്കും പരിക്കേൽക്കാത്ത വിധത്തിൽ ഹമാസ് നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ഹമാസ് നേതൃത്വത്തിലെ ഈ നേതാക്കളാണ് തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ഒക്ടോബർ 7 ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് ഇവർ നേരിട്ട് ഉത്തരവാദികളാണെന്നും ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരായ യുദ്ധം ആസൂത്രണം ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതും ഇവരാണെന്നും ഇസ്രായേൽ പ്രസ്താവനയിൽ അറിയിച്ചു. വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കവേ അതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന മീറ്റിംഗിനാണ് ഹമാസ് നേതാക്കൾ ആക്രമണം നടന്ന കെട്ടിടത്തിൽ കൂടിയത്. ഓപ്പറേഷൻ സമ്മിറ്റ് ഓഫ് ഫയർ എന്നാണ് ആക്രമണത്തിന് IDF പേര് നൽകിയത്. ഇത് തുടക്കം മാത്രമെന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആദ്യ പ്രതികരണം. ആക്രമണം ട്രംപിന്റെ അനുഗ്രഹാശിസ്സുകളോടെയാണെന്നും ഇസ്രായേൽ അറിയിച്ചു. ഏതായാലും മുന്നറിയിപ്പൊന്നും കൂടാതെ ദോഹയിൽ കയറി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഞെട്ടിപ്പോയ ലോകരാജ്യങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. ഹമാസിന്റെ പേര് പറഞ്ഞ് പിത്തലാട്ടം നടത്തിയവരും മതിയായ കാരണമില്ലാതെ ഇസ്രായേലിന് മെക്കിട്ട് കയറിയവരും ഇസ്രായേലിന്റെ തീമുനയിൽ ചാമ്പലാകുമ്പോൾ കേരളത്തിലെ ചില ഹമാസ മാനസന്മാരിലും ഭീതി ഉയരുന്നുണ്ട്.